ഹലോ ഗൈസ്, അനിമൻഡോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറ ബച്ചിയുടെ ചാപ്റ്റർ 14 എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളിൽ കുറെ പേര് കമന്റ്സിൽ ഡെയിലി 2 വീഡിയോ വെച്ചിടണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഗൈസ്, നമ്മൾ ഈ കാഗുറ ബച്ചി സീരീസിന്റെ അനലിറ്റിക്സ് നോക്കുകയാണെങ്കിൽ ആകെ ഫസ്റ്റ് വീഡിയോയ്ക്ക് മാത്രമേ 1K വ്യൂസ് ക്രോസ് ചെയ്തിട്ടുള്ളൂ. ഇത് ഇത്രയ്ക്ക് കിടിലിനൊരു മാങ്കയായിട്ടും അതിന് കിട്ടുന്ന റിസപ്ഷൻ ഇത്രയ്ക്ക് ലോ ആയിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ഗൈസ്, സത്യം പറയുകയാണെങ്കിൽ. നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഡെയിലി വീഡിയോസ് ഇടാനായിട്ടൊരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. സോ എല്ലാം നിങ്ങൾ വ്യൂവേഴ്സിന്റെ കയ്യിലാണ്. ഇന്നലെ ഇട്ട വീഡിയോയ്ക്കാണെങ്കിലും കമന്റ്സ് ഒക്കെ വളരെ കുറവായിരുന്നു. സോ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പൊ ഇനി നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ ഈ എൻചാന്റഡ് ബ്ലേഡിന്റെ ട്രൂ റിലം, അതിന്റെ ആ ഒരു കംപ്ലീറ്റ് പൊട്ടൻഷ്യലിനെ പറ്റി ആ ഹോസ്പിറ്റലിൽ വെച്ച് കമുനാബി ടീംസിനോടും ചിഹിരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് തിയറിയിൽ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്സിനെക്കാട്ടിലും അപ്പുറമാണ് എൻചാന്റഡ് ബ്ലേഡ്സിന്റെ പവർ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ കേട്ടതിലും അപ്പുറമാണ് എൻചാന്റഡ് ബ്ലേഡ്സിന്റെ പവർ അല്ലേ എന്ന് ഈ കുറ്റോ ചോദിക്കുന്നു. ആ മാസ്ക് വെച്ചവനാണെങ്കിലും പറയുന്നുണ്ട്, ഓക്കെ ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. അതായത് ചിഹിരോ മുൻപ് പറഞ്ഞ എൻചാന്റഡ് ബ്ലേഡ്സിന്റെ പവേഴ്സ് എല്ലാം കിടിലമാണ്, പക്ഷേ സെയ്റ്റേ യുദ്ധം പോലെ വലിയൊരു യുദ്ധം അവസാനിപ്പിക്കാനും മാത്രം പവർഫുൾ ആയിരുന്നോ അത് എന്ന് ഇവനൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. ചിഹിരോ പറയുന്നുണ്ട്, ഇതിന്റെ പവർ എന്തോ വലിയ സംഭവമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ എൻചാന്റഡ് ബ്ലേഡ്സിന്റെ യൂസറിനെ അനുസരിച്ചാണ് ഈ പവർ ചേഞ്ച് വരുന്നത്. അയാളുടെ ശരീരത്തിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അയാളുടെ വിൽ പവർ എന്തോ ഒരു ഘടകം ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തിയറിയിൽ പോലും പറഞ്ഞിട്ടില്ലാത്ത ചില വ്യത്യസ്ത പവേഴ്സ് സമ്മൺ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഈ ബ്ലേഡ്സിന് കഴിയുന്നത്. ഇപ്പോൾ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നുണ്ട്. ഷാറിനെ പൂട്ടിയിട്ടിരിക്കുന്ന വലിയ ബിൽഡിംഗ് കാണിക്കുന്നു. അവിടുന്ന് കുറച്ച് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ഷെഡിന്റെ അടുത്തേക്ക് ഇപ്പൊ ഷിബ വന്നത് നമുക്ക് കാണാം. ഓ ഇതാണല്ലേ അപ്പൊ പറഞ്ഞ സ്ഥലം എന്ന് പുള്ളി പറയുന്നുണ്ട്. ഇതെന്താണെന്നറിയാൻ നമുക്ക് കുറച്ചൊന്ന് ബാക്കിലേക്ക് പോകാം. അതായത് ചിഹിരോ ഇവിടെയുള്ള ഗാർഡിനെ ചോദ്യം ചെയ്ത ടൈം ഉണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് അവന്റെ കൂടെ ഷിബയും ഉണ്ടായിരുന്നു. ഇപ്പൊ ചിഹിരോ പറയുന്നുണ്ട്, നമുക്കിവിടെ പ്രധാനമായിട്ട് 2 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഷാറിനെ രക്ഷിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം, പക്ഷെ നമ്മളുടെ ആ രണ്ടാമത്തെ ലക്ഷ്യവും ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഹിഷാക്കു ഗ്രൂപ്പിനെ പറ്റിയും പിന്നെ മറ്റൊരു എൻചാന്റഡ് ബ്ലേഡ് ആയിട്ടുള്ള ഷിനിച്ചിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടണം. അതിനെപ്പറ്റി നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ഷിബ ഈ ഗാർഡിനോട് ചോദിക്കുന്നുണ്ട്. അവനാണെങ്കിൽ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇവിടെ കുറച്ച് ദൂരെ മാറി ഒരു ഷെഡ് ഉണ്ട്. അതൊരു അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് റൂമിലേക്ക് കണക്ട് ആവുന്ന ഒരു ഷെഡാ. അതിന് കാവലായിട്ട് കുറെ മന്ത്രവാദികളും ഉണ്ട്. അവിടെ എന്തൊക്കെയോ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഇവിടെ അങ്ങനെ അധികം സമയം കളയാൻ പറ്റില്ലല്ലോ. സോ ഇവർ സ്പ്ലിറ്റ് ആവുകയാണ്. ചിഹിരോ ആണെങ്കിൽ ഷാറിനെ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ഷിബ ആണെങ്കിൽ ഈ ഷെഡ് നോക്കി പോകുന്നു. നീ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടീഷനിലല്ല ഇപ്പോൾ ഉള്ളതെന്ന് ഷിബ ചിഹിരോയെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മന്ത്രവാദികളുടെ കണ്ണിൽ പെടാതിരിക്കാൻ മാക്സിമം നോക്കുക, ഷാറുള്ള സ്ഥലം കണ്ടുപിടിക്കുക, എന്നിട്ട് ഞാൻ വരുന്നത് വരെ ആ ഏരിയയെ നിരീക്ഷിച്ച് അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുക എന്നിപ്പോ ഷിബ പറയുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മളിപ്പോ പ്രസന്റിൽ കണ്ടത്. ഷിബ ആ ഷെഡിന്റെ അടുത്ത് എത്തി. ചിഹിരോ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ കണ്ട പോലെ ഷാറ് കിടക്കുന്ന ആ ലാബിന്റെ ഫ്രണ്ടിലായിട്ട് ആ തട്ടുംപുറത്തിരുന്നിട്ട് അവിടെയുള്ള മന്ത്രവാദികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാബിലേക്ക് പോകാനാണെങ്കിൽ ഈ കാണുന്ന ഒരു വഴിയേ ഉള്ളൂ മുന്നിൽ കൂടെ. ചിഹിരോയുടെ ഇടത്തെ കൈ ആണെങ്കിൽ ഇപ്പോഴും റെഡി ആയിട്ടില്ല, കംപ്ലീറ്റ് നാശമായിട്ടിരിക്കുകയാണല്ലോ. അവൻ ഇടം കയ്യനാണ്. ഇപ്പൊ അകത്ത് ഷാറിന്റെ ടെസ്റ്റ് തുടങ്ങാനുള്ള സമയമായി. അപ്പൊ ഞാനത് പോയി കാണാൻ പോവാണെന്ന് ഒരു മന്ത്രവാദി പറയുന്നുണ്ട്. ഇപ്പൊ മറ്റവൻ ചോദിക്കുന്നുണ്ട്, എടാ ആ കൊച്ചിന്റെ ബോഡി റീജനറേറ്റ് ആവുന്നത് നീ ഇപ്പൊ കുറെ തവണയായിട്ട് കാണുകയാണല്ലോ എന്ന്. സൈക്കോ തെണ്ടികൾ തന്നെ. ഇപ്പൊ ഇതെല്ലാം കൂടെ കേട്ടിട്ട് ചിഹിരോയ്ക്ക് ആകെ കലി കയറുന്നുണ്ട്. ഉടനെ ഈ കണ്ണിങ്ങനെ മറച്ചു വെച്ചിരിക്കുന്ന ഒരു മന്ത്രവാദി ചിഹിരോയ്ക്ക് നേരെ ചാടി വീഴുന്നുണ്ട് മുകളിൽ നിന്ന്. ഇത് ഈ ബിൽഡിങ്ങിന് മുകളിൽ കാവൽ നിന്നിരുന്ന ഒരു മന്ത്രവാദിയാണ്. മുമ്പ് ഒരു ചാപ്റ്ററിൽ ഈ ബിൽഡിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ബിൽഡിങ്ങിനുള്ളിൽ ഇപ്പൊ ശബ്ദം കേട്ടപ്പോൾ ഷിബ ശ്രദ്ധിക്കുന്നുണ്ട്. ചിഹിരോയെ അവന്മാര് തൂക്കിയെന്നാ തോന്നുന്നതെന്ന് ഇപ്പൊ ഷിബ പറയുന്നു. ഇപ്പൊ ആ ഷെഡിന് കാവൽ നിൽക്കുന്ന 2 മന്ത്രവാദികൾ വന്നിട്ട് ഷിബ എടുത്ത് നീ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ മന്ത്രവാദികളെ കണ്ടിട്ടാണെങ്കിൽ ഓ നിങ്ങൾ രണ്ടുപേരും കുറച്ച് സീനാണല്ലോ, ഇത്രയും പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ ഈ ഷെഡിനകത്ത് എന്തോ കാര്യമായിട്ടുണ്ടാവണമല്ലോ എന്ന് ഷിബ പറയുന്നു. ഇവിടുത്തെ ഫൈറ്റ് ഒന്ന് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇപ്പൊ ചിഹിരോയുടെ അടുത്തേക്ക് പോയാലോ എന്ന് ഷിബ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ അകത്ത് ലാബിലേക്ക് ആരോ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും പറഞ്ഞ എക്സ്പെരിമെന്റ് ചെയ്യുന്നവന്മാരെല്ലാം അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്. അവന്റെ കയ്യിൽ ഒരു എൻചാന്റഡ് ബ്ലേഡ് ഉണ്ട്. സോജോ നമ്മളെടുത്ത് പറഞ്ഞ ആ ചെറുക്കനാണെന്നാ തോന്നുന്നത് എന്നൊക്കെ ഇവര് പറയുന്നു. ഇത് പെട്ടെന്ന് കേട്ടപ്പോ ഷാറാണെങ്കിൽ ചിഹിരോ വന്നോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ചിഹിരോ ആണെങ്കിൽ ഇപ്പൊ ഈ മന്ത്രവാദികളുടെ മുന്നിൽ ആ വാളും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഗാർഡ്സ് ഒക്കെ പുറത്ത് എന്താ ചെയ്യുന്നത്, ഇവൻ എങ്ങനെ അകത്ത് കയറി എന്നൊരുത്തൻ ചോദിക്കുന്നുണ്ട്. ചിഹിരോയെ സ്പോട്ട് ചെയ്ത് ആ കണ്ണ് മൂടിക്കെട്ടിയ മന്ത്രവാദി ഇപ്പൊ പറയുന്നുണ്ട്, എനിക്ക് ബ്ലഡിന്റെ സ്മെല്ല് കിട്ടിയിട്ട് ഞാൻ പോയി ചെക്ക് ചെയ്തതാ. നോക്കിയപ്പോ ഗാർഡ്സ് ഒക്കെ ആകെ പണി കിട്ടി ചോരയെ കുളിച്ച് കിടക്കുക. എല്ലാവന്മാരുടെയും മർമ്മത്തിനിട്ട് തന്നെ ഇവൻ കൊടുത്തിട്ടുണ്ടെന്ന്. ഇപ്പൊ ചിഹിരോയ്ക്കാണെങ്കിൽ തീരെ വയ്യ, അവനിങ്ങനെ വേർത്ത് നിൽക്കുകയാണ്. ഉടനെ അവന്റെ കാൽ കീഴിലേക്ക് എന്തോ ഇങ്ങനെ പൊതി പോലൊരു ചെറിയ സാധനം വീഴുന്നുണ്ട്. അതിങ്ങനെ അനങ്ങുന്നുണ്ട്. പെട്ടെന്ന് ഇപ്പൊ അതിൽ നിന്നൊരു മന്ത്രവാദി ഇങ്ങ് ജമ്പ് ചെയ്ത് വരികയാണ്. അവന്റെ കയ്യുടെ ഭാഗത്താണെങ്കിൽ ഒരു വലിയ വാളും. ഇപ്പൊ അത് വെച്ചിട്ട് അവൻ ചിഹിരോയെ വെട്ടാനായിട്ട് വരുന്നുണ്ട്. ചിഹിരോ ഇപ്പൊ ആ ബ്ലാക്ക് ഗോൾഡ് ഫിഷിന്റെ സ്ലാഷ് ചെയ്തിട്ട് ചാടി മാറുന്നുണ്ട്. അവനാണെങ്കിൽ ഇപ്പൊ മേളിലേക്ക് ജമ്പ് ചെയ്ത് മാറുന്നു. ഇപ്പോ ചിഹിരോയുടെ ആ ഫ്ലൈയിങ്
സ്ലാഷ് ആണെങ്കിലും അത് മറ്റേ മന്ത്രവാദിക്ക് ജസ്റ്റ് മിസ്. ചിഹിരോ അവന്റെ വലത്തെ കൈ വെച്ചിട്ടാണ് ആ വെട്ടിയത്. പക്ഷെ അവന് വലത്തെ കൈ വലിയ വാക്കില്ല. അതുകൊണ്ട് തന്നെ അവന്റെ അറ്റാക്ക് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോയും വീക്കും ആയിരുന്നു. ഇപ്പൊ കളിക്കാൻ ഞാൻ കൂടെ ഉണ്ടെന്നും പറഞ്ഞ് വേറൊരു മന്ത്രവാദിയും കൂടെ ചാടി വരുന്നു. അവന്റെ കൈ വെച്ച് അവൻ ചിഹിരോയെ സ്മാഷ് ചെയ്യാനായിട്ട് പോവാണ്. ചിഹിരോ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. മറ്റവന് നല്ല സ്ട്രെങ്ത് ആണ്. ആ ലാബിന് കാവല് നിന്ന് 2 മന്ത്രവാദികൾ പറയുന്നുണ്ട്, ദേ അവരെല്ലാവരും ഉണ്ട്, ഇനിയിപ്പോ നമ്മുടെ ആവശ്യം വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല എന്ന്. ഇപ്പൊ അവനാണെങ്കിൽ ചിഹിരോയെ ആ ഭിത്തിയിലേക്ക് ഇടിച്ച് കയറ്റിയിട്ടുണ്ട്. മറ്റേ 2 മന്ത്രവാദികൾ ഇപ്പൊ പറയുന്നുണ്ട്, നിനക്കൊന്നും നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. സോജോ പറഞ്ഞിരുന്നു നിനക്ക് ആ ഇടിമിന്നലിന്റെ അറ്റാക്ക് ഫുൾ ഫോഴ്സിൽ കിട്ടിയിരുന്നു എന്ന്. എന്നിട്ടും നിനക്ക് ഇപ്പോഴും അനങ്ങാൻ പറ്റുന്ന ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ഈ വയ്യാത്ത അവസ്ഥയിൽ ഇതിപ്പോ ചാവാൻ വേണ്ടിയിട്ട് നീ ഇങ്ങോട്ടേക്ക് കയറി വന്നതുപോലെ ഉണ്ടല്ലോ. ഇപ്പൊ ചിഹിരോയുടെ വായിൽ നിന്നാണെങ്കിൽ ചോര വരെ വരുന്നുണ്ട്. അവന് തീരെ വയ്യ. ചിഹിരോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാനിപ്പോ നിഷിക്ക് അങ്ങ് ഉപയോഗിച്ചാലോ? വേണ്ട, ഇവിടെ ഒരുപാട് പേരുണ്ട്. ഞാൻ ഇവരെ എല്ലാം തീർക്കുന്നതിന് മുമ്പേ മയങ്ങി വീണ് കഴിഞ്ഞാൽ എല്ലാം തീർന്നു. ഇപ്പൊ ആ ബ്ലാക്ക് സ്ലാഷ് വെച്ചിട്ട് ചിഹിരോ എടുത്ത പവർ ഫുള്ള് കളയുന്നുണ്ട്. ആ റൂം ഫുൾ ഇരുട്ടായി. ഇപ്പൊ ബാക്കപ്പ് ഓൺ ചെയ്യാനായിട്ട് അവന്മാര് പറയുന്നുണ്ട്. ലൈറ്റ് ഓൺ ആക്കിയപ്പോഴത്തേക്ക് അവിടെ ചിഹിരോയെ കാണുന്നില്ല. അവൻ ഓടിപ്പോയോ? കഷ്ടം തന്നെ. അവനെ രക്ഷപ്പെടാൻ വിടരുത്. സോജോയ്ക്ക് അവന്റെ കയ്യിൽ ഇരിക്കുന്ന എൻചാന്റഡ് ബ്ലേഡ് വേണം. എല്ലാ യൂണിറ്റിനോടും അലേർട്ട് ആവാൻ പറ. മുഴുവൻ എക്സിറ്റുകളും ബ്ലോക്ക് ചെയ്യ്. അവനിപ്പോ ആകെ വയ്യാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ആ എൻചാന്റഡ് ബ്ലേഡ് അവന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ പറ്റിയ അവസരമാണിത്. ഇപ്പൊ അവിടെയുള്ള എല്ലാ ഗാർഡ്സും അലേർട്ട് ആയിട്ട് ചിഹിരോയ്ക്ക് വേണ്ടി തെരച്ചിൽ നടത്തുകയാണ്. മറ്റേ മന്ത്രവാദി വീണ്ടും വിളിച്ചു പറയുന്നുണ്ട്, അവനെ കൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂടിപ്പോയാൽ ഒന്നിനും കൊള്ളാത്ത മന്ത്രവാദികളല്ലാത്ത കുറച്ച് ഗാർഡ്സിനെ അവന് കൊല്ലാൻ പറ്റും. അല്ലാതെ അവനിപ്പോ ഒന്നിനും കഴിയില്ല. കയ്യിൽ ഒരു എൻചാന്റഡ് ബ്ലേഡ് ഉണ്ടെങ്കിലും അവനിപ്പോ നമുക്കൊരു വിഷയമേ അല്ല. ചിഹിരോ ആണെങ്കിൽ ഇപ്പൊ അവിടെ ഒരു മൂലയ്ക്ക് ക്ഷീണിച്ചിങ്ങനെ ഒളിച്ചു മാറി ഇരിപ്പുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് അവൻ ഇരിക്കുന്നത്. എന്റെ ഇടത്തെ കൈക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നെങ്കിൽ, എന്റെ ബോഡി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിലായിരുന്നെങ്കിൽ, ഞാൻ ഫുൾ പവറിലായിരുന്നെങ്കിൽ എനിക്ക് ഷാറിനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നവൻ ചിന്തിക്കുന്നുണ്ട്. മുൻപ് ഷാറിനെയും ചിഹിരോയെയും സിറ്റിയിൽ വെച്ച് അറ്റാക്ക് ചെയ്ത ആ ബൗണ്ടി ഹണ്ടേഴ്സ് പറഞ്ഞതൊക്കെ അവനിപ്പോ ഓർക്കുന്നുണ്ട്. അതായത് ആ വാളിന്റെ ഫുള്ള് പൊട്ടൻഷ്യൽ ഉപയോഗിക്കാനുള്ള കഴിവ് ചിഹിരോയ്ക്ക് ഇല്ല എന്ന്. അതേപോലെ ചിഹിരോയ്ക്ക് ഒന്നും അറിയില്ല എന്ന് ആ ഫൈറ്റിനിടയ്ക്ക് സോജോ പറഞ്ഞതും പിന്നെ ഷാറിന്റെ കാര്യവും ഒക്കെ അവന്റെ മൈൻഡിലൂടെ ഇങ്ങനെ പോവാണ്. സോ ഇതൊക്കെ ആലോചിച്ച് വീണ്ടും ചിഹിരോയ്ക്ക് ആ ഒരു സംശയം വരികയാണ്. അതായത് ഞാനിപ്പോ എന്റെ ഫുൾ സ്ട്രെങ്തിലായിരുന്നെങ്കിൽ എനിക്ക് ഷാറിനെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു. പെട്ടെന്ന് അവൻ ചിന്തിക്കുന്നു, ഇല്ല, അതൊന്നും ഞാനിപ്പോ ആലോചിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷേപ്പിലല്ലല്ലോ ഉള്ളത്. എനിക്കിപ്പോ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ ഷിബ വരുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അവന്റെ മനസ്സിലേക്ക് ഷാറിനെ പോയി രക്ഷിക്കണം എന്നുള്ള ഒരു തോന്നലും വരികയാണ്. ചിഹിരോ രക്ഷിക്കാനുണ്ടാകും എന്നവള് ട്രസ്റ്റ് ചെയ്തിരുന്നതൊക്കെ ചിഹിരോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇല്ല, ഞാനിപ്പോ ഇവിടെ വെയിറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും നല്ല തീരുമാനം. എന്നെ കൊണ്ട് ആരെയും രക്ഷിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഇപ്പൊ ചിഹിരോ അവന്റെ ഒരു പഴയ ഓർമ്മയിലേക്ക് പോവാണ്. റോക്കുഹിര ആണെങ്കിൽ ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്, ചിഹിരോ നീ എന്താ ഇങ്ങനെ പുറത്തിരിക്കുന്നേ? ഇവിടെ നല്ല തണുപ്പല്ലേ? എന്താടാ കാര്യം? നീ എന്തായിരുന്നു നീ ആലോചിക്കുന്നേ? ചിഹിരോ പറയുന്നുണ്ട്, ഒന്നുമില്ല, ഞാൻ ഈ ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ എന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ അച്ഛനോടൊപ്പം പണിയെടുക്കുന്നു. പിന്നെ വാള് ഫോർജ് ചെയ്യുന്നതിനെ പറ്റിയുള്ള പുസ്തകങ്ങളും ഞാൻ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കൂടുതൽ ഓരോ കാര്യങ്ങൾ പഠിക്കും തോറും എനിക്കൊരു കാര്യം ഉറപ്പാണ്, എനിക്കൊരിക്കലും അച്ഛനെ പോലെ ആകാൻ കഴിയില്ല. അതെ, അത് സത്യമോ? ഒരിക്കലും പറ്റില്ല. നിങ്ങളുടെ മോൻ ഇവിടെ ആകെ തകർന്നിരിക്കുക. എന്നിട്ട് ഇത്രേ നിങ്ങൾക്ക് പറയാനുള്ളൂ? എടാ ചിഹിരോ, നീ നിന്റെ അമ്മയെ പോലെ ലോജിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന കൂട്ടത്തില. പിന്നെ നിന്റെ ക്യാരക്ടറും ആകെ ഒരു സീരിയസ് ക്യാരക്ടറാ. അതാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഞാൻ നിന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നീ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു നല്ല കാര്യം തന്നെയാ. അത് ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ നീ അതിലേക്ക് ഒരുപാട് അങ്ങ് ഓവറായിട്ട് ഇൻവോൾവ്ഡ് ആവരുത്. എടാ, എന്റെ അതേ പാതയിൽ തന്നെ പോകണമെന്നുള്ള മൈൻഡ് സെറ്റോട് കൂടിയാണ് നീ ഇരിക്കുന്നതെങ്കിൽ പിന്നെ നീ ചിഹിരോ റോക്കുഹിര എന്ന് പറഞ്ഞ വ്യത്യസ്തനായിട്ടുള്ള ഒരാളായിട്ട് ജനിച്ചതിൽ എന്താടാ അർത്ഥം? ഇപ്പോ റോക്കുഹിര ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ചിഹിരോ ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവിനെ പറ്റി ചിന്തിക്കുന്നത്. റോക്കുഹിര വീണ്ടും പറയുന്നുണ്ട്, എന്നെ പോലെ ആകണം പോലും. നീ എന്നെ ചുമ്മാ ചിരിപ്പിക്കല്ലേ. എടാ, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ നീ ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയാ നിനക്ക് എന്നെ പോലെ ആവാൻ പറ്റുക? കുക്കിങ്ങിന്റെയും ക്ലീനിങ്ങിന്റെയും ഒക്കെ കാര്യമാണോ പറഞ്ഞാന്ന് ഇപ്പൊ ചിഹിരോ ചോദിക്കുന്നു. അതേന്നിപ്പോ റോക്കുഹിര പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഗോൾഡ് ഫിഷുകളെ നോക്കുന്നതും പിന്നെ പാത്രങ്ങൾ കഴുകുന്നതും അതൊക്കെ എന്നെ കൊണ്ട് നേരെ ഒരു പാത്രം പോലും കഴുകാൻ പറ്റൂല എന്ന് റോക്കുഹിര പറയുന്നുണ്ട്. ഇപ്പൊ കൈകൊണ്ട് രാങ്ങിയൊക്കെ കാണിച്ചുകൊണ്ട് റോക്കുഹിര പറയുന്നുണ്ട്, ഇനിയും നിനക്ക് ഇങ്ങനത്തെ ചിന്തകൾ വരുമ്പോൾ നീ എന്ത് ചെയ്യണമെന്നറിയോ? നിന്റെ തലയൊന്ന് കൂളാക്കി വെക്കുക. പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഫ്ലെക്സിബിൾ ആവാൻ നോക്കുക. ഇപ്പൊ റോക്കുഹിര ഈ മാറ്ററിൽ നിന്ന് പോയി ആകെ കോമഡി ആവുകയാണ്. ഈ കൈകൊണ്ട് കാണിക്കുന്ന ആംഗ്യമൊക്കെ നീ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് കാണിച്ചോണം, അല്ലാതെ എന്റെ ഈ സ്റ്റൈൽ കോപ്പി അടിക്കരുതെന്നൊക്കെ പുള്ളി പറയുന്നു. നിങ്ങൾ മാറ്ററിൽ നിന്ന് വിട്ടു പോകണമെന്ന് ഇപ്പൊ ചിഹിരോയും പറയുന്നുണ്ട്. പുള്ളിയാണെങ്കിൽ പുതിയ ഓരോ ആക്ഷൻ ഇങ്ങനെ കാണിച്ചിട്ട് ചിഹിരോയോട് നോക്കാനായിട്ട് പറയുകയാണ്. അവനിപ്പോ ചിരി വരുന്നുണ്ട്. അവനിപ്പോ അങ്ങേരോട് മിണ്ടായിരിക്കാൻ പറയുന്നുണ്ട്. റോക്കുഹിരയാണെങ്കിൽ ഇപ്പൊ കാലുകൊണ്ട് എന്തെങ്കിലും ആക്ഷൻ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ചിഹിരോയുടെ ആ ഒരു മൂഡ് ഔട്ടൊക്കെ മാറി അവന് കരച്ചിലും ചിരിയൊക്കെ വരുന്നുണ്ട്. അവനുടനെ ഇപ്പൊ ഇങ്ങേരോട് ഒന്ന് നിർത്ത്, മതിയാക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. ഇപ്പോ പ്രസന്റിലേക്ക് വരികയാണ്. ചിഹിരോ അതേപോലെ തന്നെ കണ്ണിലെ കണ്ണീരൊക്കെ തുടച്ചിട്ട് പറയുന്നുണ്ട്, തല കൂളാക്കി വെക്ക്.
ഇപ്പൊ ഈ ലാബിൽ നിന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയവന്മാര് ആ മന്ത്രവാദികളോട് ചോദിക്കുന്നുണ്ട് ആ നുഴഞ്ഞു കയറിയവന്റെ കാര്യം എന്തായെന്ന്. യുവന്മാരാണെങ്കിൽ പറയുന്നുണ്ട് അത് സീനൊന്നുമില്ല, അവനെ ഞങ്ങളിപ്പോ തെരഞ്ഞോണ്ടിരിക്കുക, ഞങ്ങളെ പേടിച്ച് അവൻ ഇവിടുന്ന് വാലും ചുരുട്ടി ഓടിയെന്ന്. ചിഹിരോ പോയി എന്ന് കേട്ടപ്പോഴത്തേക്ക് ഷാർ അങ്ങ് ഞെട്ടുന്നുണ്ട്. അപ്പൊ പ്രശ്നമൊന്നുമില്ല, എക്സ്പെരിമെന്റ് ആരംഭിക്കാമെന്നും പറഞ്ഞുകൊണ്ട് യുവന്മാർ ഷാറിനടുത്തേക്ക് ചെല്ലുന്നു. ഷാർ അവളുടെ അമ്മയുടെ മുഖം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു. യുവന്മാരിപ്പോ അവളോട് പറയുന്നുണ്ട്, നീ ഒരു പ്രതീക്ഷയും വെക്കണ്ട, നിന്നെ രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല എന്ന്. പക്ഷെ എന്നാലും ആ പേടിത്തൊണ്ടൻ ഇതിപ്പോ എങ്ങോട്ടേക്കാ പോയത്, അവൻ ഈ ബിൽഡിംഗ് വിട്ടിട്ടുണ്ടായിരിക്കുവോ എന്ന് ഇവിടെയുള്ള മറ്റു മന്ത്രവാദികള് ആ കണ്ണ് മറച്ചു വെച്ചിരിക്കുന്ന മന്ത്രവാദിയോട് ചോദിക്കുന്നു. ഇപ്പൊ അയാൾ പറയുന്നുണ്ട്, ഇല്ല, അവൻ ഈ ബിൽഡിങ്ങിനുള്ളിൽ തന്നെ ഉണ്ട്, ആ ഗാർഡ്സിന്റെ ചോര അവന്റെ ദേഹത്ത് പറ്റിയിട്ടുണ്ട്, അതിന്റെ മണം എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. യെസ്, ഇപ്പൊ ഒരു ബ്ലാക്ക് ഗോൾഡ് ഫിഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഇവൻ പറയുന്നുണ്ട്, നീയപ്പോ അങ്ങനെ ഞങ്ങളുടെ മുന്നിലേക്ക് വരാൻ തീരുമാനിച്ചല്ലടാ, പവറില്ലാതെ എന്ത് ധൈര്യത്തിലാടാ നീ എന്നിവൻ ചോദിച്ചു തീരുന്നതിന് മുന്നേ ആ റൂമിൽ കുറെ ഗോൾഡ് ഫിഷ് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ചിഹിരോയുടെ മൈൻഡ് വോയിസ് ആണ് കേൾപ്പിക്കുന്നത്. എന്റെ 3 പവേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് കുറോ, അതായത് ആ ബ്ലാക്ക് ഗോൾഡ് ഫിഷ്, അത് ലോങ് റേഞ്ച് അറ്റാക്കിന് ഉപയോഗിക്കുന്നു. പിന്നെ ഉള്ളത് ആക്ക, അതായത് ആ റെഡ് ഗോൾഡ് ഫിഷ്, അത് എനിമിയുടെ അറ്റാക്സ് ഡിഫെൻഡ് ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ അറ്റാക്സ് അബ്സോർബ് ചെയ്തിട്ട് അവർക്ക് തന്നെ തിരിച്ചടിക്കാനും ഉപയോഗിക്കുന്നു. അത് വെച്ചാണ് മുമ്പ് ആ സിലിണ്ടർ തലേന്റെ അറ്റാക്ക് റിവേഴ്സ് ചെയ്തത്. പിന്നെ ഉള്ളത് നിഷിക്കി, അതായത് ആ മൾട്ടി കളേർഡ് ഗോൾഡ് ഫിഷ്, അതൊരു കോട്ടിങ് പോലെ പ്രവർത്തിക്കും, അതായത് പവർ അപ്പ്. ഇപ്പൊ അവന്റെ അച്ഛൻ പറഞ്ഞ പോലെ ഹെഡ് കൂളാക്കി വെച്ചിട്ട് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ചിഹിരോ ഫൈറ്റ് ചെയ്യാൻ പോവാണ്. നീ എന്നോട് ക്ഷമിക്കൂ ഷാർ, ഇത് അവസാനിക്കാൻ പോവാ. ഇപ്പൊ ആ റൂം ഫുള്ള് കുറെ ബ്ലാക്ക് ഗോൾഡ് ഫിഷ് ഇങ്ങനെ ഉണ്ട് ഗൈസ്. ചിഹിരോ ആണെങ്കിൽ ഇവരുടെ മുന്നിൽ ആ വാതിലിന്റെ അവിടെ നിൽക്കുകയാണ്. വിഷയം പാനില് തന്നെ കേട്ടോ. ഇപ്പൊ ചിഹിരോമാരുടെ മുന്നിൽ നിന്നിട്ട് പറയാണ്, ഞാൻ ഈ കളിക്ക് ഇവിടെ വെച്ച് കർട്ടൻ ഇടാൻ പോവാണെന്ന്. എന്നിട്ട് അവൻ ചെയ്യാൻ പോകുന്ന അറ്റാക്കിന്റെ പേര് പറയുന്നുണ്ട്, കുറോ ഷ്രെഡ് എന്ന് പറഞ്ഞ നെക്സ്റ്റ് ചാപ്റ്റർ അപ്പോൾ ചോരക്കളി തന്നെ ആയിരിക്കും ഗൈസ്. ഓരോ ചാപ്റ്റർ കഴിയും തോറും കാകുറാബച്ചി ഇങ്ങനെ പീക്ക് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ സീരീസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ. ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ട് വളരെ കുറവാണ്. സോ നിങ്ങളൊന്ന് ശരിക്ക് പണിയെടുത്ത് നമ്മുടെ ഈ വീഡിയോ ഒന്ന് റീച്ച് ആക്കി തരണം. അപ്പോൾ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.